എപ്പോഴും ഞാൻ വീട്ടിലത്തെ വീഡിയോ കാണിക്കുന്നതിൽ ഇന്ന് സ്കൂളിലത്തെ വീഡിയോ കാണിച്ചാലോ. ഇതാണ് നമ്മുടെ സ്കൂളിലെ ലൈബ്രറിയൻ ശ്രുതി മിസ്. ശ്രുതി മിസ് നന്നായിട്ട് ഓലമടി ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന കുഞ്ഞി ഡിയോൺ, പിന്നെ കാശി മുട്ടിന് കയ്യെല്ലാം കൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്, അബി നടുവിന് കയ്യെല്ലാം കൊടുത്ത് നോക്കുന്നുണ്ട്. ഞാൻ ഓലമോടിയുന്നവർ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പറയൽ ഓലമോടിയുന്നതെന്ന്, ശരിക്കും പറയൽ ഓലമടിയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഓലമടിയുന്നത് നാളെ ഗാന്ധി ജയന്തി അല്ലേ? ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓല മുടയുന്നത്. ലാസ്റ്റ് പീരീഡാണ് ഓല മുടയുന്നത്. അത് കട്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിള്ളേരെല്ലാവരും താല്പര്യത്തോടെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഡിയോൻ്റെ കീശയിൽ മുട്ടായി ഉണ്ടോ എന്ന് കാശ് തപ്പി, മുട്ടായി ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ നന്നായിട്ട് ഓല മുടയുന്നുണ്ട്. വീട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓല മുടയുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ പിള്ളേർ മുമ്പിൽ ധൈര്യത്തോടെ മുടഞ്ഞു കാണിച്ചു. സമയത്ത് പിന്നെ പിള്ളേർ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ സാറേ ഇങ്ങനെ മുടയാൻ പറ്റുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് പിന്നെ വീട്ടിൽ ഓലയെല്ലാം മുടയുന്നെല്ലാം പറഞ്ഞിട്ട് കുറേ തള്ളെല്ലാം പറഞ്ഞു. അത് കഴിയുമ്പോഴത്തേക്ക് അദ്വൈത് വന്നു. ഓരോരു കുഞ്ഞോ വന്ന് നോക്കുന്നുണ്ട്. അദ്വൈത് വന്നിട്ട് എന്നെ നല്ലോണം സഹായിച്ചു. പിന്നെ ഓൻ മാക്സിമം എൻ്റെ പറ്റുന്ന അത്രയും സഹായിക്കുന്നുണ്ട്. പിന്നെ ഡിയോൺ പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തി പറയുന്നുണ്ട്. ഡിയോണിന് ഓല മുടയാൻ ഭയങ്കര ആഗ്രഹം എന്ന്. ഞാൻ പറഞ്ഞു, നീ മുടഞ്ഞ് നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അയ്യോ ഞാൻ മുടഞ്ഞാൽ കുളമാവും, പിന്നെ സാറ് ചെയ്യുന്നതിൻ്റെ ഒന്നിച്ച് ഞാൻ സഹായിക്കാം. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി നീ സഹായിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കെല്ലാം അവൻ എന്നെ പിന്നെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ ഓല മെടയണമല്ലോ, കുറേ ഓല ഉണ്ട്. അപ്പോൾ ശ്രുതി മീൻസ് ഒരു ഓല മുടഞ്ഞു കഴിഞ്ഞു. അടുത്ത് ഞാൻ മുടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചധികം ഓല മുടയുന്നുണ്ട്. 5-6 മായിട്ടുള്ള ഓല മുടയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ പറഞ്ഞു, എന്നാൽ ഞങ്ങൾ മുടഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ഞങ്ങൾ മുടഞ്ഞു നോക്കിക്കോ. അപ്പോൾ അവർ ആദ്യം എടുക്കുന്നത് അത്ര ശരിയായില്ല. അവർ 3-ലാണ് എടുത്തത്. ഇത് 3, 4 അങ്ങനെ ഓല വിട്ടിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവർ 3-ലെടുത്തു. പിന്നെ ഞാൻ നോക്കി ശരിയാകുന്നുണ്ടോയെന്ന്. അവർ അത്യാവശ്യം നന്നായിട്ട് പിന്നെ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടല്ലേ. പിന്നെ ഡിയോൺ അതിൻ്റെ ഇടയ്ക്ക് ഓന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നു. ഓലയെല്ലാം ചുരുട്ടി കൂട്ടിയിട്ട് ഓൻ കണ്ടം പോയി വാങ്ങി. ഓനെ കാണുന്നേ ഇല്ല. അപ്പോൾ അടുത്ത നമ്മനും വന്നിട്ട് പിന്നെ ഓല മുടയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും കാണാനില്ലല്ലോ. പണ്ടത്തെ നമ്മളെല്ലാം കാലഘട്ടത്തിൽ നമ്മളെ വീട്ടിലും അങ്ങനെ എല്ലാ കാര്യത്തിലും ഓല മുടയുന്നുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ ആരും ഓല മുടയുന്നത് അങ്ങനെ ആരുമില്ല. ഇങ്ങനെ എന്തെങ്കിലും സ്കൂളിലോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി വരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ഈ എക്കോ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടല്ലേ ഓല മുടയുന്നത്. അപ്പോൾ ഓല പിന്നെ ഞാൻ മുടഞ്ഞു. പിന്നെ കുറച്ച് ഓല അത് ചെത്തി വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് അറിയുന്നത് നമ്മളെ സ്കൂളിലെ ഹിന്ദി മാഷ് കുഞ്ഞമ്പ് മാഷൊക്കെയാണ് അറിയുന്നത്. കുഞ്ഞമ്പ് മാഷ് ഓല ചെത്തുന്ന സമയത്ത് 10ാം ക്ലാസ്സിലെ കുറച്ച് പിള്ളമാരെല്ലാം വന്നിട്ട് പിന്നെ ഓരോരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മാഷ് എല്ലാത്തിനും നല്ല സമയമെടുത്ത് എല്ലാം വിശദമാക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പാരൻസ് എല്ലാം സ്കൂളിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അത് അപ്പികളെ നോക്കിക്കൊണ്ടിരുന്ന ഓല മുടഞ്ഞ് തീരില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഓല മുടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രുതി മിസ്സിന് അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തേക്ക് തിരക്കുണ്ടായി, പോണ്ടി വന്നു. അപ്പോൾ അത്രേ കുറച്ചേ മുടയാനുള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം മുടഞ്ഞ് തീർക്കാമെന്ന് പറഞ്ഞു. മാഷ് നല്ല ചെത്തിയിട്ട് വൃത്തിയാക്കുന്നുണ്ട്. പിള്ളേർ ഓരോന്നോരോന്ന് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അതെന്തിന് ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ കത്തി കൊടുത്തിട്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കത്തിയൊന്നും കൊടുത്തിട്ടാ. മാഷ് ആ നാണൊക്കെ ഓലേനെല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറേ സമയം വേണം, അത് ഇരുന്നിട്ട് ചെയ്താലേ ശരിയാവും. അപ്പം അങ്ങനെ മാഷ് ഇരുന്നിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അത് ഓല നല്ല ഓല അല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയ ഓല വീതി ഉണ്ടായിട്ട് ഒട്ടും തെങ്ങിൽ കയറാൻ. പിന്നെ ഈ പാൻറ്റലിട്ട് പോയിട്ട് എനിക്ക് തെങ്ങിൽ കയറാൻ കഴിഞ്ഞിട്ടാ. ചെറിയ തൈത്തെങ്ങ് ഉണ്ടായിട്ടുണ്ടെന്ന്, അതിൽ നിന്ന് ഓല കൊത്തിയത്. ആ ഓല കൊത്തുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കാനും കഴിഞ്ഞിട്ട. അത് വേഗം പോയിട്ട് ഓല കൊത്തിയത്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കമ്പ്യൂട്ടർ ടീച്ചർ വന്നിട്ട് ഓല മടിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഫ്രീ കിട്ടുന്ന ആൾക്ക് ഓരോരു ടീച്ചേഴ്സ് വന്നിട്ട് ഓല പിന്നെ മുടഞ്ഞിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോന്നോരോന്ന് മുടഞ്ഞ് കുറച്ച് ലൂസായതും അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ മാഷ അതെല്ലാം നേരാക്കിയിട്ട് അതിനെ നല്ല നമ്മളിവിടെ പറയൽ ബല്ലെന്ന് പറയൽ. പണ്ടത്തെ കാലത്തെല്ലാം കാലിക്ക് പുല്ലരിയാനും അങ്ങനെയെല്ലാം എടുത്തുകൊണ്ടായിരുന്നു വരുമ്പെല്ലാം. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിൽ ബല്ലം ഇല്ല. മാഷ് ബല്ലമെല്ലാം നേരാക്കുമ്പോഴത്തേക്കും നമ്മളെ സ്കൂളിലെ പ്രിൻസിപ്പാള് സിസ്റ്റർ ടെസിൻ ജോർജ് സിസ്റ്റർ ഭയങ്കര ഉത്സാഹത്തോടെ വന്നിട്ട് ഓലയെല്ലാം മടിഞ്ഞ് നമ്മളൊന്നിച്ച് സഹായിച്ചു. സിസ്റ്ററിന് വേറെ മീറ്റിങ്ങും ഉണ്ടായിന്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് സിസ്റ്ററിന് കുറേ സമയം നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് ഓല പിന്നെയും മുടയാൻ ബാക്കിയുണ്ടായിന്. നമ്മളെ ഓഫീസിലെ സ്റ്റാഫ് നമിത
ഓലമടയാൻ കൂടി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. അപ്പം നാളെ നമുക്ക് ബാക്കി വിശേഷമായിട്ട് കാണാം.